അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പനമ്പള്ളി നഗറിലാണ്. അപ്പം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ പത്തൽ കിച്ചൻ എന്ന് പറയുന്നത്. അവിടുത്തെ ബിരിയാണി അത്യാവശ്യം അടിപൊളിയാണെന്ന് പറയുന്നത്. ഞാൻ റീലിലൊക്കെ കണ്ടപ്പം അത്യാവശ്യം അടിപൊളി ബിരിയാണിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കടയൊക്കെ അവധിയായതുകൊണ്ട് വേറെ ഒന്നും കടയും തുറക്കണില്ല ഗൈസ്. അതായത് ഗ്യാസ് കിട്ടാത്തതുകൊണ്ടേ ഇപ്പം മിക്ക കടയും ഇപ്പം അടച്ചിട്ടിരിക്കും. അപ്പം ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഓപ്പണാണ്. അപ്പം എനിക്കിപ്പോൾ ഒരു ബിരിയാണി കഴിക്കാണ്ടൊരു ഇത് തോന്നി. അങ്ങനെ ഞാനൊരു പത്തൽ കിച്ചൻ വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. അത്യാവശ്യം നല്ല ബിരിയാണിയെന്നാണ് കേട്ടേ അവർക്ക്. അപ്പം അങ്ങോട്ട് കഴിക്കാൻ പോയിട്ട് എങ്ങനെയായിട്ട് നോക്കട്ടെ ഗൈസ്. അപ്പം അവിടെ ചെന്ന് കാണാം. ഞാൻ പത്തലൊക്കെ ചെന്ന് നിൽക്കുകയാണ് ചുറ്റി അങ്ങനെ. അപ്പം എത്തി ഗൈസ്. ഞാൻ ഫുഡിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഫുഡ് വന്നിട്ട് വെയിറ്റിങ്ങിലാണ് വന്നിട്ട് കാണും. അപ്പോൾ ഗൈസ് ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണി കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഞാനിപ്പോൾ കഴിച്ച് നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫ്ലേവറുള്ള ബിരിയാണി ആയിരുന്നു. അവിടെ വെച്ചാണെങ്കിൽ ആൾക്കാരെ കൊണ്ട് ഉള്ളതുകൊണ്ടൊന്നും പറയാനും പറ്റിയില്ല. അപ്പം ഞാൻ ചേച്ചിക്ക് ഒരു ബീഫ് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അപ്പം അവർക്ക് ഒരു പാർസൽ ഹാഫ് ബിരിയാണി പാർസൽ പറയുന്നു. അപ്പം അത് വാങ്ങിക്കാനായിട്ട് നിൽക്കുക ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇപ്പം മിക്കയിടത്തും ഈ ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഹോട്ടലൊക്കെ അടച്ചു തുടങ്ങിയോണ്ട് മിക്കയിടത്തും അടച്ചിട്ടിരിക്കല്ലേ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ ഉണ്ട്, ഓപ്പണാണ് ഇവിടെ. അങ്ങനെ വന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ പാർക്കിന് മേടിച്ചിട്ട് പാർക്കിന് വേണ്ടി നിൽക്കുകയാണ്. ഇല്ലേ നല്ല പേരൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ചേച്ചിക്കൊരു പാർസലും മേടിച്ച് അങ്ങനെ ഒരു ബിരിയാണി, ഒരു ബീഫ് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചെന്ന് പറഞ്ഞപ്പോഴേ അപ്പം അങ്ങനെ ചേച്ചിക്ക് വേണ്ടി മേടിച്ച് ഗൈസ്. അവൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ച്. അങ്ങനെ ഇപ്പോൾ ഞാൻ കഴിച്ചിട്ട് നടക്കണം ഗൈസ്. പോകണം സൗത്ത്. അപ്പോൾ അങ്ങോട്ട് നടക്കണം. അപ്പോൾ ചേച്ചി അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങോട്ട് പോകുന്ന പരിപാടി, ഒരുമിച്ച് പോകുന്ന പരിപാടി പോയി. അപ്പോൾ ഗൈസ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഗൈസ് ഞാൻ ബസ്സിൽ കയറി. ഇവിടെ മതിലത്തുള്ള RR ഓപ്പൺ റെസ്റ്റോറൻറ്റില്ലേ അവിടെ ബസ് അപ്പം നിർത്തി ഫുഡ് കഴിക്കാനുണ്ട്. അപ്പം ഞാനവിടുത്തെ ചായ കുടിക്കാൻ ഓരോ ചായ കുടിക്കാൻ ലൈറ്റായിട്ട് ചായ കുടിക്കുന്നത് വെച്ച് അങ്ങനെ ചായ കുടിക്കാൻ നിർത്തി കയറിയാണ് ഗൈസ്. ചായ കുടിച്ചല്ലേ? ചായ ഇല്ലേ? വേറെന്നാണ്ട് കഴിക്കാനൊന്നുമില്ല. അപ്പം ചായ ഇല്ലേ? ചായ ഇല്ല ഗൈസ്. അങ്ങനെ ബസ് നിർത്തിയതാണ്. അപ്പം എന്നായി കഴിക്കാനൊന്നും വേണ്ട. ഞാൻ ബിരിയാണി കഴിച്ചല്ലേ. അപ്പോൾ ചായ ഇല്ല ഗൈസ്. അങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതിയാണ് അച്ഛനോടല്ലേ. അടുത്ത 11 മതി. ബസ് ഇനി ഇത് കഴിച്ചിട്ടൊക്കെ ഇനി എടുക്കത്തുള്ളൂ. അങ്ങനെ അടുത്ത ബസ് വന്നു. ഇവിടെ നിന്നാണ് ഇവർ KSRTCക്കാർ സ്ഥിരമായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നടന്നാലവിടെ എത്തും. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞു. 9:45 താമസിച്ചു. ഇങ്ങനെ എന്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വേറെ കടയിൽ വന്നിരിക്കുന്നത്. അവിടെ ചായയിലെത്തുണ്ട്. ഇങ്ങോട്ട് നടന്നു. അപ്പോൾ അതിനാ വണ്ടി കുറേയുള്ള കടയും. അപ്പോൾ അവിടെ ഇങ്ങോട്ട് നടന്നു. അങ്ങനെ ചായക്ക് വേണ്ടി പറ്റി ചായ വീട്ടിലേക്ക് 9:30 10 മണിയാകുന്നു. അപ്പോൾ ഗൈസ് ഞാനൊരു ചായ ഒരു ഓംപ്ലേറ്റും പറഞ്ഞു. വേറെ ഒന്നും എനിക്ക് വിശക്കില്ല. ബിരിയാണി കഴിച്ചുകൊണ്ട് അങ്ങനെ വിശക്കില്ല. ഞാൻ ഒരു ഓംപ്ലേറ്റ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓംപ്ലേറ്റ് മാത്രം മേടിച്ചു. കഴിക്കട്ടെ. അങ്ങനെ ഗൈസ് ഞാനിപ്പോൾ വീട്ടിൽ വന്ന് കയറിയുള്ളൂ ഗൈസ്. ഇപ്പോൾ ഒന്ന് കയറിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അവിടെ കൊണ്ട് പോയപ്പോൾ ഉള്ള
വീഡിയോ. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അപ്പോൾ പത്തൽ കിച്ചൺ അടുത്തല്ലേ, അപ്പം ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. അപ്പം എനിക്കറിയാം ചെറിയൊരു വീഡിയോ ഞാൻ ആയിരുന്നെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നിടത്തൊന്നുമല്ല, പെട്ടെന്ന് ഒരു അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇങ്ങനെ പത്തൽ കിച്ചൺ ഇങ്ങനെ കണ്ടപ്പോൾ റീലിലൂടെയാണ് അത് അറിഞ്ഞത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാം വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ ഞാനോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞ് പോയതാണ് ഗൈസ്. അപ്പം ഒരു പ്ലാനും ഇല്ലാതെ എടുത്തൊരു വീഡിയോ ആണ് ഗൈസ്, ഒരു വ്ളോഗാണ്. അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് ചെറിയൊരു വ്ളോഗ് ഇത്ര തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ശരി ഗൈസ്.